ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്ത്യൻ ന്യൂമിസ്മാറ്റിക്സ് മലയാളം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീഡിയോ ചെയ്തു നിർത്തിയത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ 1 രൂപയുടെ ആയിരുന്നു. നമുക്കിനി അടുത്ത വീഡിയോയിലേക്ക് പോകാം. അടുത്തതായി വിക്ടോറിയ ക്യൂൻ 1 രൂപി കണ്ടിന്യൂസ് ലെജൻഡ് എന്ന ഈ നാണയമാണ്. 1840 മിൻറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഈ നാണയത്തിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. ഇതിൻ്റെ മെറ്റൽ സിൽവറാണ്. വെയ്റ്റ് 11.66 ഗ്രാമാണ്. സൈസ് 30.90 mm, 32.20 mm. ഷേപ്പ് സർക്കുലറാണ്. ഇതിൻ്റെ മിൻറ്റ് ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് കൽക്കട്ടയിൽ തന്നെ 2 രീതിയിൽ അച്ചടിച്ചിട്ടുണ്ട് എന്നാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. കൽക്കട്ട ഡയാമീറ്റർ 31.1 ആൻഡ് 31.4 mm. ക്രസ്കൻഡ് പ്രിവി മാർക്കോൺ റിബൺ ബോ. അടുത്തതായി കൽക്കട്ട തന്നെ 31.1 30.4 mm വിത്തൗട്ട് പ്രിവി മാർക്ക്. ബോംബെ ഡയാമീറ്റർ 31.6 31.7 mm വിത്തൗട്ട് പ്രിവി മാർക്ക്. മദ്രാസ് ഡയാമീറ്റർ 31.8 32.3 mm വിത്ത് ബി പ്രിവി മാർക്ക്. മദ്രാസ് ഡയാമീറ്റർ മദ്രാസിൽ 3 തരത്തിലാണ് അച്ചടിക്കപ്പെട്ടിട്ടുള്ളത്. രണ്ടാമത്തതും വലിപ്പത്തിന് വ്യത്യാസമൊന്നുമില്ല, പക്ഷേ ബി പ്രിവി മാർക്ക് ആൻഡ് എസ് ഇൻക്യൂസ്ഡ് ഓൺ നെക്ക് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അടുത്തതും വലിപ്പത്തിൽ വലിയ വ്യത്യാസമില്ല, ഡയാമീറ്റർ എല്ലാം കറക്റ്റാണ്. എസ് ആണ് ഇൻക്യൂസ്ഡ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇൻക്യൂസ്ഡ് ഓൺ നെക്ക് എസ്. അപ്പോൾ നമുക്കിതിൻ്റെ വിവരങ്ങളിലേക്ക് വരാം. 1840 മിൻറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഈ കോയിനുകൾ ബോംബെ, കൽക്കട്ട എന്നിവിടങ്ങളിൽ മിൻറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള കോയിനുകൾക്ക് 1300 രൂപയിൽ തുടങ്ങി 2500 രൂപ വരെയും, മദ്രാസിൽ മിൻറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള കോയിനുകൾ 1500 രൂപയിൽ തുടങ്ങി 4000 രൂപ വരെ വിലമതിക്കുന്ന കോയിനുകളാണ്. അടുത്തതായി നമുക്കടുത്ത് ഏതാണെന്ന് നോക്കാം. അടുത്തതായി അതേ ഒരിത് തന്നെ 1840 ഇതിലെന്തോ മാറ്റമുണ്ടായിട്ടുണ്ട് അച്ചടിച്ചതിൽ. നോക്കട്ടെ. ഇതിൻ്റെ മുകൾ വശത്താണ് ഈ ഒരു വിക്ടോറിയ ക്യൂൻ എന്നുള്ള ഈ എഴുത്ത് കാണുന്നത്. മറ്റേത് 2 സൈഡിലായിട്ട് വരും. അതാണ് ഇതിൻ്റെ വ്യത്യാസം കാണിക്കുന്നത്. കണ്ടില്ലേ? അപ്പോൾ ഇത് മെറ്റൽ സിൽവർ തന്നെയാണ്. 11.66 ഗ്രാമാണ്. 30.40 സൈസ്. 30.90 mm വരെയാണ്. ഷേപ്പ് സർക്കുലറാണ്. കൽക്കട്ട ഡയാമീറ്റർ 30.5 30.6 mm ആണ്. ഇനിഷ്യൽ വിത്ത് WW റൈസ്ഡ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ബോംബെ ഡയാമീറ്റർ 30.7 ആൻഡ് 30.8 mm. ഇനിഷ്യൽ വിത്ത് WW റൈസ്ഡ്. മദ്രാസ് ഡയാമീറ്റർ 30.7 30.8 mm. ഇനിഷ്യൽസ് വിത്ത് WWR റൈസ്ഡ് ഓർ WWB റൈസ്ഡ് ഓർ WWB റൈസ്ഡ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ WWS റൈസ്ഡ് ഓൺ ഓർ WWBO റൈസ്ഡ് എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ നാണയവും ഈ പ്രാവശ്യം പറഞ്ഞ നാണയവും തമ്മിൽ വ്യത്യാസമുണ്ടെന്നാണ് കൊടുത്തിരിക്കുന്നത്. 1840 തന്നെയാണ് ഇത് അച്ചടിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ വിവരങ്ങളിലേക്ക് വന്നാൽ ബോംബെ, കൽക്കട്ട എന്നിവിടങ്ങളിൽ മിൻറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള കോയിനുകൾക്ക് 1200 രൂപയിൽ തുടങ്ങി 2500 രൂപ വരെയും, മദ്രാസിൽ മിൻറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള കോയിനുകൾക്ക് 1300 രൂപയിൽ തുടങ്ങി 3000 രൂപ വരെയും വില ലഭിക്കുന്ന കോയിനുകളാണ്. അടുത്തതായി അതേ നാണയം തന്നെ 1862 മിൻറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള നാണയമാണ് വിക്ടോറിയ ക്യൂൻ 1 രൂപി. മെറ്റൽ സിൽവർ തന്നെയാണ്, മാറ്റമൊന്നുമില്ല. ഒരു മാറ്റവും ഇതിനകത്തില്ല. 31.20 ആണ്. 30.30 തുടങ്ങി 31.20 mm ആണ്. ഷേപ്പ് സർക്കുലറാണ്. കൽക്കട്ട മിൻറ്റ് ഐഡൻറ്റിഫിക്കേഷൻ കൽക്കട്ട കോയിൻസ് വിത്ത് ഡയാമീറ്റർ 30.7 mm ആണ്. ബോംബെ ഡോട്ട്സ് ഡയാമീറ്റർ 30.7 30.9 mm. മദ്രാസ് കോയിൻ വിത്ത് ഡയാമീറ്റർ 30.9 31 mm വരെ ഉണ്ടെന്നാണ് പറയുന്നത്.
അപ്പോൾ ഇതിൻ്റെ വിശദവിവരങ്ങളിലേക്ക് വന്നാൽ 1862 അച്ചടിക്കപ്പെട്ട ഈ കോയിനുകൾക്ക് ബോംബെ, കൽക്കട്ട, മദ്രാസ് മൂന്നിടത്തും മിൻറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള കോയിനുകൾക്ക് ഒരേ റേറ്റാണ്. 1050 രൂപയിൽ തുടങ്ങി 1800 രൂപ വരെ വിലമതിക്കുന്ന കോയിനുകളാണ്. അതിൻ്റെ കൂടെ തന്നെ ഇതും കൂടെ അങ്ങ് ചെയ്ത് നിർത്താം. വിക്ടോറിയ ക്യൂൻ ഇതോടെ അവസാനിക്കുകയാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഇത്രയും പേജ് ബാക്കി വന്നത്. അതും 1 റുപ്പി തന്നെയാണ്. അതേ സിൽവറിലാണ് അച്ചടിക്കപ്പെട്ടിട്ടുള്ളത്. 11.66 ഗ്രാമാണ്. 30.30 mm, 30.80 mm വരെയാണ്. ഷേപ്പ് സർക്കുലറാണ്. ഇനി അതിൻ്റെ മിൻറ്റ് ഐഡൻറ്റിഫിക്കേഷനിലേക്ക് വരാം. കൽക്കട്ട വി പ്രിവി മാർക്ക് ഓൺ ഗ്രൗണ്ട് ഓൺ ഓഫ് ബസ്റ്റ് ന്യൂമറൽ 1 വിത്ത് ഫ്ലാറ്റ് ടോപ്പ് 1874 76 അങ്ങനെയാണ് മിൻറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അടുത്തതായി ബോംബെ ഡോട്ട് ന്യൂമറൽ 1 വിത്ത് സ്ലോപ്പി ടോപ്പ് 1874 76 വർഷങ്ങളിൽ അങ്ങനെയാണെന്നാണ് പറയുന്നത്. അടുത്തതായി ബോംബെ നോ മിൻറ്റ് മാർക്കാണ് 1874 1875 അച്ചടിക്കപ്പെട്ടിട്ടുള്ള കോയിനുകൾക്ക്. അടുത്തതായി ഇതിൻ്റെ വിലവിവരങ്ങളിലേക്ക് വരാം. ബോംബെ, കൽക്കട്ട എന്നിവിടങ്ങളിൽ മിൻറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള 1874 കോയിനുകൾക്ക് 1050 രൂപയിൽ തുടങ്ങി 3000 രൂപ വരെ വില ലഭിക്കുന്ന കോയിനുകളാണ്. അടുത്തതായി 1875 ബോംബെയിൽ മിൻറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള കോയിനുകൾക്ക് 1050 രൂപയിൽ തുടങ്ങി 2500 രൂപ വരെയും, കൽക്കട്ടയിൽ മിൻറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള കോയിനുകൾക്ക് 1050 രൂപയിൽ തുടങ്ങി 3000 രൂപ വരെ വില ലഭിക്കുന്ന കോയിനുകളാണ്. അടുത്തതായി 1876 അതും ബോംബെ മിൻറ്റ് കോയിൻ 1050 രൂപയിൽ തുടങ്ങി 2500 രൂപ വരെയും, കൽക്കട്ട മിൻറ്റ് കോയിൻ 1050 രൂപയിൽ തുടങ്ങി 3000 രൂപ വരെയും വില ലഭിക്കുന്ന കോയിനുകളാണ്. അടുത്തത് ഈ ഒരു കോയിൻ്റെ വീഡിയോയുമായി കാണാം. വിക്ടോറിയ ഇംപ്രസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. വിക്ടോറിയ ഇംപ്രസിൻ്റെ 1 റുപ്പിയുടെ ഡീറ്റെയിൽസുമായി കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.